നമസ്കാരം. വടകരയിൽ നിന്നുമാണ് പടക്കളം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ആവേശം, വികസന ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പടക്കളത്തിലൂടെ വിവിധ ജില്ലകളിൽ നിന്നും വളരെ ആവേശകരമായി കണ്ടുവരികയാണ്. അതിൻ്റെ തുടർച്ചയാണ് വടകരയിൽ നിന്നും പടക്കളം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുമ്പോൾ ഈ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ, പൊതുവിൽ കോഴിക്കോട് ജില്ലയുടെ തദ്ദേശ ഭരണത്തെ സംബന്ധിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ മുന്നണികൾ എങ്ങനെ നടത്തുന്നു, അതുപോലെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ വോട്ടർമാർക്കിടയിൽ എങ്ങനെ, ഇതെല്ലാമാണ് വളരെ വിശദമായി ഈ വടകരയുടെ പൗരാവലി പടക്കളത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവരെയും പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഈ പടക്കളത്തിൽ ഇവിടെ നിന്ന് ചേരുമ്പോൾ വടകരയിൽ നിന്ന് മുന്നണി വക്താക്കളായി നമ്മൾക്കൊപ്പം ഉള്ളത് ശ്രീ പി കെ ദിവാകരൻ മാസ്റ്റർ CPIM LDF, ശ്രീ VB രാജേഷ് മാസ്റ്റർ കോൺഗ്രസ് UDF, അഡ്വക്കേറ്റ് കെ ദിലീപ് BJP NDA. ആദ്യം UDF നിന്ന് തുടങ്ങിയാൽ രാജേഷ് മാസ്റ്റർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തുകയിലേക്ക്, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച തുകയിലേക്ക് 2000 രൂപ 60 വയസ്സിന് മുകളിൽ 62 ലക്ഷം മനുഷ്യരിലേക്ക് എത്തുന്ന 2000 രൂപ ക്ഷേമ പെൻഷൻ എന്നുള്ളത് കൊടുത്തു തുടങ്ങിയ സമയത്താണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആളുകളുടെ കൈകളിലെ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി നൽകിയ ഒരു വിശദീകരണമുണ്ട്, ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ആ പ്രഖ്യാപനമുണ്ട്, അത് നടപ്പിൽ വന്നു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഏറ്റവും വരുന്ന ജനക്ഷേമത്തെ സംബന്ധിച്ച ഒരു പ്രധാന പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അതിലെ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ് ക്ഷേമ പെൻഷൻ 2000 എന്നുള്ളത്, കുടിശ്ശികയില്ലാത്ത കാലം. അത് UDF സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണോ തെരഞ്ഞെടുപ്പ് വിഷയമായാൽ? ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ പ്രകടന പത്രികയിൽ വാഗ്ദത്തം ചെയ്തത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 2500 രൂപ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് LDF മാനിഫെസ്റ്റോ ഇറക്കിയത്. അധികാരത്തിൽ വന്ന് 4.25 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പെൻഷൻ വർധനവിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം LDF നടത്തിയത്. VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പരമാവധി ക്ഷേമ പെൻഷൻ തുക 300 രൂപയായിരുന്നു 2011. AKANTONIയുടെ കാലത്ത്, അതിന് തൊട്ടുമുമ്പ് 300 രൂപയിൽ നിന്ന് AKANTONIയുടെ കാലത്ത് 28 മാസത്തെ കുടിശ്ശികകളുണ്ടായിരുന്നു. 28 മാസം. യെസ്. നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ആ കുടിശ്ശികയെ സംബന്ധിച്ച് നിങ്ങളുടെ മന്ത്രിമാർ കൊടുത്ത മറുപടിയൊക്കെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. കാലത്ത് 300 രൂപയുടെ ക്ഷേമ പെൻഷനുകൾ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് അധികാരമൊഴിയുമ്പോഴേക്കും കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷനുകൾ മിനിമം 300 എന്നത് നേരെ 600 രൂപയിലേക്ക് വന്നു. കർഷക തൊഴിലാളി പെൻഷൻ 800 രൂപയായി വർദ്ധിച്ചു. വിധവാ പെൻഷൻ 800 രൂപയായി വർദ്ധിച്ചു. വികലാംഗ പെൻഷൻ 800 രൂപയായി വർദ്ധിച്ചു. 80% കൂടുതൽ വൈകല്യമുള്ളവരുടെ വികലാംഗ പെൻഷൻ 1100 രൂപയായി വർദ്ധിച്ചു. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകളുടെ പെൻഷൻ 800 രൂപയായി വർദ്ധിച്ചു. 300 രൂപയിൽ നിന്ന് 800 രൂപയായി പല ക്ഷേമ പെൻഷനുകളും മാറി എന്ന് മാത്രമല്ല, വാർദ്ധക്യകാല പെൻഷൻ 80 വയസ്സ് കഴിഞ്ഞവരുടെ വാർദ്ധക്യകാല പെൻഷൻ 1100 രൂപയായി വർദ്ധിച്ചു. പിന്നീട് 1500 രൂപയാക്കാനുള്ള ഓർഡറുമായിട്ടാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് താഴെ ഇറങ്ങിയത്. എന്റെ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ 2000 രൂപ പെൻഷൻ കൈകളിലേക്ക് കിട്ടുന്നൊരു മനുഷ്യൻ, അത് തെരഞ്ഞെടുപ്പിലൊരു വിഷയമാകുന്ന ഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഈ പഴയ കണക്കുകൾ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. 10 വർഷത്തിനിപ്പുറം അവരുടെ ജീവിതത്തിൽ വരുന്നൊരു മാറ്റം, അത് ചർച്ചയും അവരുടെ ഒരു നേട്ടവുമായി ആ ജനം കണ്ടാൽ UDF അത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ക്ഷേമ പെൻഷനുകളുടെ ചരിത്രത്തിൽ ആ പഴയ വർത്തമാനകാലമാണ് കൈരളി ചാനലിൽ നിന്ന് അംഗീകരിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമായിട്ട് നെവർ. ഒന്ന്, ആന്റണിയുടെ 28 മാസത്തെ കുടിശ്ശിക ഞാൻ ചോദിച്ചു, താങ്കൾ മിണ്ടിയില്ല. 2016 അങ്ങനെ തർക്കിക്കാനാണ് നമുക്ക് പറയാം. ഞാൻ ഫാക്സ് തരാം. 2016 മെയ് മാസത്തിലാണ് കേരളത്തിൽ ഭരണം മാറുന്നത്, പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. 2016 മെയ് മാസം കഴിഞ്ഞ് എത്ര മാസമുണ്ട്? ആ മാസങ്ങളുടെ മാത്രം പെൻഷൻ കൊടുത്താൽ മതിയെങ്കിൽ, 600 രൂപ എന്നതിൽ നിന്ന് 1000 ആക്കിയ പെൻഷൻ കൊടുത്താൽ മതിയെങ്കിൽ എങ്ങനെയാണ് 2016 സെപ്റ്റംബർ മാസം ഓണത്തിന് മുമ്പ് പരമാവധി 15000 രൂപ വരെ പെൻഷൻ പലരുടെയും പ്രായമായവരുടെ കൈകളിലെത്തി എന്ന് വെച്ചാൽ അതിനു മുമ്പ് ഈ കുടിശ്ശിക ഉണ്ടായിരുന്നുകൊണ്ടാണ് സർ 15000 രൂപ വരെ വൺ ടൈം സീൽ ചെയ്തുകൊണ്ടാണ്. കേരളത്തിന്റെ വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മുന്നിൽ വേറെയും കണക്കുകളുണ്ട്. ചോദിച്ച ആ ചോദ്യത്തിലേക്ക്
15,000 രൂപ പെൻഷൻ കിട്ടും. ഒരു ശമ്പളത്തിന്റെ കാശാണ്. 2016 ഓണക്കാലത്ത് എങ്ങനെ UDF ഭരണമൊഴിഞ്ഞ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ എങ്ങനെ വരുന്നു? ഈ 2,000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് ക്ഷേമ പെൻഷനുകൾ 2,000 രൂപയിലേക്ക് വന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതേ സമയത്ത് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി ആ പെൻഷൻ ഫണ്ടിലേക്ക് പണമുണ്ടാക്കാൻ നിങ്ങളുടെയും എന്റെയും നികുതി പണത്തിൽ നിന്ന് 1 ലിറ്റർ പെട്രോളും ഡീസലും വാങ്ങുമ്പോൾ 2 രൂപ സെസ് വാങ്ങിച്ചിട്ട് ആയിരക്കണക്കിന് കോടി രൂപ പെൻഷൻ ഫണ്ടിലേക്ക് പിടിച്ചു വച്ച സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ 3 മാസം മുമ്പ് മാത്രം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ പൊടിയിടുന്ന രാജേഷ് മാസ്റ്റർ അവതരിപ്പിച്ച UDF-ന്റെ പ്രശ്നം നിരന്തരം UDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നതിനാണ്. ഒരു ഭാഗം എന്ന് പറയുന്നത് UDF ക്ഷേമ പെൻഷനുകളോട് വളരെ കൃത്യമായി കമ്മിറ്റഡ് ആയിരുന്നു, ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കും. രണ്ടാമത്തത്, ഈ സർക്കാർ അധികാരമൊഴിയാൻ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ നിങ്ങൾ വർദ്ധിപ്പിച്ചത് സംശയദൃഷ്ടിയോടെയാണ് അവർ കാണുന്നത്. ഇതാണ് പ്രശ്നം. കേട്ടല്ലോ, എന്താണ് LDF-ന് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം എത്തുമ്പോഴാണ് ഇതുപോലെ ചാനൽ ചർച്ചകളും ഇതുപോലുള്ള പടക്കളം പോലുള്ള പരിപാടികൾ എല്ലാ ചാനലും നടത്തുക. ഞാൻ മനസ്സിലാക്കുന്നത് വടകരയിലെ ആദ്യ പരിപാടിയാണിത്. അപ്പോൾ അത്തരം പരിപാടിയിൽ ആദ്യം നുണ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുക എന്ന പരിപാടി കോൺഗ്രസിൻ്റെ നേതാവ് നടത്തിയത് ശരിയായില്ല. അദ്ദേഹം കുറേ കണക്കിങ്ങനെ പറഞ്ഞു. ഞാൻ ആ കണക്കിലേക്കല്ല കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്തോ അഭ്യാസം കാണിച്ച് 1,500 വരെ എത്തിച്ചു കളഞ്ഞു, ഓർഡർ ഇറക്കി എന്നാണ് പറഞ്ഞത്. ഇവരുടെ 2016 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എപ്പോൾ 2016 മെയ്യിൽ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ 1000 ഉറുപ്പിയാക്കുന്ന. അതിന് അതിൻ്റെ അകത്ത് വെക്കുന്ന 1,500 1000 ഇവർ ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് 1000 രൂപ പ്രകടന പത്രികക്കകത്ത് എഴുതി വെച്ചത്. ഇത് കാണിക്കുന്നത് എന്താ പറയുക? ഇത് തന്നെയാണ് പറഞ്ഞത്. ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞ നിരവധി നുണകൾ ഒറ്റ കാര്യം കൊണ്ട് പൊട്ടിപ്പോവാണ്. നിങ്ങൾ പ്രകടന പത്രികയിൽ അങ്ങനെ 1000 രൂപ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളിവിടെ പറഞ്ഞാൽ മതി. 1000 രൂപയാക്കും പെൻഷൻ 2016 മുതൽ എന്ന് ഉമ്മൻചാണ്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ അതിനെ പറയുന്നത് 1,500 ഓർഡർ ഇറക്കിയാൽ എന്തിനാ 1000 പറയുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കാലാകാലമായി നിസ്വരായിട്ടുള്ളവർ, പാവപ്പെട്ടവർ, ദുർബലർ, ഇവരുടെ ജീവിതത്തിലേക്കാണ് ഈ കാശ് കൊണ്ട് ഗുണം കിട്ടുക. അവരെ കൈപിടിച്ചുയർത്തുന്ന നയം UDF-നില്ല. അതുകൊണ്ട് അവർ കുടിശ്ശികയുടെ മുകളിൽ കുടിശ്ശികയാക്കി വെച്ചു. ആ കുടിശ്ശികയുടെ അളവ് പറയുമ്പം പുതിയ ന്യായം പറഞ്ഞ് മുമ്പോട്ട് വരിക എന്നല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് 45 രൂപ പെൻഷൻ 1980 വന്നു. ആരെ വർദ്ധിപ്പിച്ചതെന്ന് ഈ നാട്ടിൽ രേഖയുണ്ട്. നിങ്ങളുടെ ഗവൺമെൻറ്റുകൾക്ക് എന്തെങ്കിലും നിലയിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റിയിട്ടുണ്ടോ? 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1000-ഉം 1600-ലേക്കും എത്തിച്ച് ഇപ്പോൾ 2000-ലേക്ക് എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ആര് നുണ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ മനസ്സിലുണ്ട്. അത് പിണറായി വിജയൻ സർക്കാരും ഇടതുപക്ഷക്കാരുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF കാണുന്നത് ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പിൽ? അതെ. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 62 ലക്ഷം ആളുകൾക്ക് 2.5 കോടി ജനങ്ങളെ വോട്ട് ചെയ്യുന്നത്. പുതിയ വോട്ടർമാരുടെ എണ്ണം വരുന്നത് അതിൽ 1 കോടിനടുത്ത് ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. ഇപ്പോൾ പുതുതായി 2000-ആയി വർദ്ധിപ്പിച്ചപ്പം വീട്ടമ്മമാരുടെ പെൻഷൻ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർ, മഞ്ഞ പിങ്ക് കാർഡുള്ളവർ 31 ലക്ഷം ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ 1 കോടിയോളം ആളുകൾ കേരളത്തിലെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ക്ഷേമ ഐശ്വര്യങ്ങൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് മാറുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് നുണകൾ കൊണ്ട് മറച്ചു പിടിക്കാനാകില്ല എന്നുള്ളതാണ് സത്യം. ശരി, ശ്രീ ദിലീപ്, ഇവിടെ രാജ്യത്ത് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതിനപ്പുറം ഒരു ജനക്ഷേമം രാജ്യത്തെ തന്നെ സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും നിങ്ങൾക്ക് നൽകാനേ കഴിഞ്ഞിട്ടില്ല. വളരെ തുച്ഛമാണ് നിങ്ങളുടെ സ്കീമുകൾ. അങ്ങനെയുള്ള BJPക്ക് കേരളത്തിൽ എങ്ങനെയാണ് മാതൃകാപരമായി നിങ്ങളുടെ തെളിവും ഉദാഹരണവും അവതരിപ്പിച്ച് ജനങ്ങളോട് ഞങ്ങളാണ് ഇവരിൽ ഈ 2 മുന്നണികളെക്കാൾ ഇക്കാര്യങ്ങളിൽ ജനക്ഷേമത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലെന്ന് അവകാശപ്പെടാനാവുക, അവതരിപ്പിക്കാനാവുക? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഭരണം നടത്തിയ 2 മുന്നണികളും
വ്യത്യസ്തമായിട്ടുള്ള മുനിസിപ്പാലിറ്റികളിലും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തും LDFും UDFുമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നടക്കാൻ പോകുന്നത്. ഞാൻ പറയാൻ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഈ അടുത്ത ദിവസമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നത്. അവിടെയുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് 10,000 രൂപയാണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയിൽ സ്ത്രീഹാറിലെ ഗവൺമെന്റ് ചെയ്തത്. അതൊരു വായ്പയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ആ മഹിളകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് സുതാര്യമായിട്ട് വായ്പയായി കൊടുക്കുന്നു. ഇനി മുദ്രാ ലോണിന്റെ മാതൃകയിൽ നിന്നുകൊണ്ട് വായ്പ കൊടുത്ത് കൂടുതൽ നല്ല സ്കീം വന്നാൽ അതിന്റെ അടുത്ത ഗഡു കൊടുക്കും എന്ന രീതിയിലാണ്. അതേപോലെ തന്നെ ഇതല്ല, ഇത് പെൻഷനാണ്. ക്ഷേമ പെൻഷന്റെ വയസ്സ് കഴിഞ്ഞ മനുഷ്യർക്കോടെ ജീവിക്കാൻ ഇലക്ഷൻ അടുക്കുന്ന സമയത്തുള്ള ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് BJPക്ക് എന്ത് പറയാൻ പറ്റും? കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു നേട്ടവും പറയാനില്ലാത്ത ഇതുപോലെ ഓരോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേമ പെൻഷൻ മാത്രം കൂട്ടിയത്. തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൽ പ്രാദേശിക വികസനം, ജനക്ഷേമം, ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് രാഷ്ട്രീയ ഘടകങ്ങളിലേക്കും വരാം. ഈ പറഞ്ഞ വിഷയങ്ങൾ, പെൻഷൻ, കേരളത്തിന്റെ സർക്കാരുകൾ മുന്നണികളുടെ താരതമ്യം ഇപ്പോൾ കൊടുത്തത്, അതുമായി ബന്ധപ്പെട്ട കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മികവ് ഇക്കാര്യത്തിലുണ്ടോ? സ്വതന്ത്രമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അത് വെച്ച് ഇവരിലേക്ക് വീണ്ടും പോകാം. അതായത് നായനാരുടെ കാലത്താണ് 45 രൂപ കർഷക തൊഴിലാളി പെൻഷൻ നൽകി തുടങ്ങിയത്. ഇന്നത് 2000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായി വന്ന ഈ വർധനവിൽ കേവലം 100 രൂപ മാത്രമാണ് ഈ UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2011 കൊടുത്തത്. അല്പമെങ്കിലും ജാള്യത തോന്നുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അല്ല, 2000 രൂപ വർദ്ധിപ്പിച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് അവർ. അല്ല, 100 രൂപയെ ഇവർ വർദ്ധിപ്പിച്ചുള്ളൂ. അവരുടെ അഭിപ്രായം അറിയണം. മറ്റൊരു ചോദ്യം കൂടി BJP പറയുന്നതോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും നല്ല നേട്ടങ്ങൾ നൽകി വന്ന പിണറായി ഗവൺമെന്റിനെതിരെ, സഖാവ് പിണറായിക്കെതിരെ ഒരു കള്ളക്കടത്ത് നടന്നിരുന്നല്ലോ. ചർച്ച ആഘോഷിക്കപ്പെട്ടൊരു ചർച്ചയായിരുന്നു അത് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെത്തിയിരിക്കുന്നത് ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലാണ്. അവർ വിദേശത്താണുള്ളത്. അത് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചപ്പോൾ കണ്ടെത്തി. ഇനി അയാളെ ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി കോളറിന് കുത്തിപ്പിടിച്ച് കൊണ്ടുവന്നാൽ സ്വർണം എവിടെ നിന്ന് വന്നു, എവിടത്തേക്ക് പോയി എന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ മടിക്കുന്നത് BJP? ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയെ സംബന്ധിച്ച് ഞാനിതാ വളരെ കൃത്യതയോടെ ഈ സദസ്സിലെ ആളുകൾക്ക് മുഴുവൻ കൈമാറാൻ തയ്യാറാ. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉള്ള കുടിശ്ശികയെക്കുറിച്ചാണ് ചോദ്യം. കൃത്യമായി തോമസ് ഐസക്കിന്റെ ഉത്തരം. 2014 നവംബർ മുതൽ 2025 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെയുണ്ട്. 3 മാസം കുടിശ്ശികയുള്ളൂ കേസ് അല്ലേ രാജേഷ് മാസ്റ്റർ? 3 മാസമേ കുടിശ്ശികയുള്ളൂ. ഇതല്ലേ ഇത് വെച്ച് പറയാൻ നിയമസഭ 2016 സെപ്റ്റംബർ മാസത്തിൽ ഓണത്തിന് മുമ്പ് 15,000 രൂപ പെൻഷൻ വാങ്ങിച്ച പ്രായം ചെന്ന മനുഷ്യരുണ്ട്. ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എങ്ങനെയാണ് 15,000 രൂപ 1000 രൂപ വെച്ച് മെയ് മാസത്തിലെത്തിയ സർക്കാർ കൊടുത്ത ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം 4000 കൊടുത്താൽ പോരെ? അതിന്റെ കാര്യം അതിന്റെ സാങ്കേതിക കാരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനപ്പുറവും ഇപ്പുറവും വേറെ ഉണ്ട്. 2, ഒരു ഉത്തരത്തിൽ വന്നിട്ടുള്ള ഒരു സാങ്കേതിക പിഴവിനെയാണ് UDF, ഇതെത്രയോ ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ് സാങ്കേതിക പിഴവിന്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. 2015 ഡിസംബറിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രിയായിരിക്കെ പറഞ്ഞത്, ഇനി ഞാൻ പെൻഷൻ കുടിശ്ശിക കൊടുത്ത ശേഷം മാത്രമേ മാസശമ്പളം വാങ്ങൂ എന്ന് പറയണമെങ്കിൽ ഈ 15 ഡിസംബറിന് മുമ്പ് കുടിശ്ശികയുണ്ട്. ഡോക്ടർ MK മുനീറിൻ്റെ കണക്കുകളുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ്റെ 10 മാസത്തെ കുടിശ്ശിക, മറ്റ് ഇനത്തിൽപ്പെട്ടവ 8 മാസത്തെ കുടിശ്ശിക, ഇതാകെ കൂട്ടിയാണ് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞത്. അതും വർദ്ധിപ്പിച്ച 1000 കൂടി ചേർത്താണ് ഓണക്കാലത്ത് 15,000 രൂപ മാസ്റ്റർ എത്തിയത്. ഇല്ലേ, വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ദിവാകരൻ മാസ്റ്റർ പറയാനുള്ള രാഷ്ട്രീയ മറുപടി ഉണ്ടെങ്കിലാകാം. ഞാൻ പറഞ്ഞത് രേഖകൾ വെച്ചിട്ടാണ്, രാഷ്ട്രീയമല്ല. 2014 15 കുടിശ്ശിക വരുത്തിയ പെൻഷനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇദ്ദേഹം വായിച്ചത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരാണ്. രണ്ടാമത്തെ ചോദ്യം ഏതെല്ലാം വർഷങ്ങളിലൊന്നുണ്ട്, അത് വെച്ച് നോക്കിയാൽ ഈ പറഞ്ഞ 18 കിട്ടും.
ആ 18 പരിഹരിച്ചതാണ് 15,000 ഉറുപ്പിക ഓണത്തിന് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്ന 2016 കൊടുത്തത്. അത് ട്രഷറിയിലൂടെ കൊടുത്തതാണ്. ആ കണക്കിന് ഇദ്ദേഹം എങ്ങനെ നിഷേധിക്കുക? ട്രഷറിയിൽ നിന്ന് ഒരു 10 പൈസ നാട്ടിലെ ആർക്കും കൊടുക്കണേ, അതിന് കണക്കുണ്ടാവില്ലേ? 15,000 രൂപ അന്നത്തെ 600 റുപ്യ വെച്ച് കൊടുക്കണമെങ്കിൽ അത് കുടിശ്ശിക എത്ര മാസത്തതാണ്? ആ വിവരമല്ലേ ഇദ്ദേഹം പറയേണ്ടത്? അങ്ങനെ 15,000 കൊടുത്തിട്ടില്ല, അങ്ങനെ ട്രഷറിയിലൂടെ ഒരു പണം പുറത്തേക്ക് വിട്ടിട്ടില്ല എന്ന് പറയാം. നിങ്ങൾ 10 മാസം 8 മാസം 4 മാസം ഓരോ ക്ഷേമ പെൻഷനും തടയപ്പെട്ടത് അതിനുള്ള കാരണവുമുണ്ട്. പക്ഷേ തടഞ്ഞു എന്നുള്ളത്, ഇല്ലാതായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഞങ്ങൾ കൊടുത്തു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആ 18 മാസത്തെ പെൻഷൻ കൊടുത്ത സർക്കാർ മോശമാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി നട്ടാൽ മുളക്കാത്ത നോണ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിന്റെ വസ്തുത. ഏതായാലും കുറച്ചുകൂടെ കനപ്പെട്ട രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് അഡ്വക്കേറ്റ് ദിലീപിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റൊരു വിഷയത്തിന്റെ ഓർമ്മകളിലേക്ക് താങ്കളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. BJPയുടെ ഒരു വെർഷനായ കൊള്ളാം. എവിടെ അന്നത്തെ ആ സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ ഇവിടെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു കൊടുത്ത ആ ചങ്ങായിയെ പിടികൂടാനായോ? എവിടെ റെഡ് കോർണർ നോട്ടീസ്? വർഷം കുറേ ആയല്ലോ, കുറേ ഏജൻസികൾ ഇവിടെ കറങ്ങിയില്ലേ? ഇതൊക്കെയായിരുന്നു ആ ചോദ്യത്തിന്റെ ക്രക്സ്. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള കേസിൻ്റെ കാര്യമാണ്. സ്വാഭാവികമായിട്ടും അത് EDയുടെ അന്വേഷണത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിന് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല. എങ്കിലും അതിൻ്റെ വസ്തുത വർഷം കുറേയായി. സ്വാഭാവികമായിട്ടും ED അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി അന്വേഷണം കോൺസുലേറ്റർ ജനറൽ അറ്റാഷെ ഫൈസൽ ഫരീദ് സ്വാഭാവികമായിട്ടും കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മുടെ UDFന്റെ പ്രതിനിധി 2021 LDFന്റെ മാനിഫെസ്റ്റോയെ കുറിച്ച് പറഞ്ഞു. 2,500 രൂപ പെൻഷൻ കൂട്ടുവന്നു. ഇപ്പം 2000-ലെത്തി. പിണറായിക്ക് ഇനിയും 6 മാസം ബാക്കിയുണ്ട്. 2,500-ലെത്തും. താങ്കൾ അതിൽ ബേജാറാണ്ട. ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ, 1000 വീട് എവിടെ? നമ്മുടെ വയനാട്ടിൽ നിന്ന് പിരിച്ച കോടികൾ എവിടെ? അതിനുള്ളൊരു ഉത്തരം. വയനാട്ടിലേക്ക് നേരെ പോയി. പിരിച്ച പണം എവിടെ? വീടെവിടെ? ഭൂമി എവിടെ? ആദ്യം ചോദിച്ച ചോദ്യം ക്ഷേമ പെൻഷനുകളുടെ 21 കാര്യം തന്നെയാണ്. അതിൽ ബേജാറുണ്ട് സർ. ഞാൻ 5 ദിവസം കൂടുമ്പോൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ആളാണ്. 5 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 5 ഗുണിക്കണം 2 സമം 10 രൂപ ഈ സെസ്സിലേക്ക് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് നൽകാനെന്ന് പറഞ്ഞ പേരിൽ വാങ്ങുന്ന പെൻഷൻ ഫണ്ടിലേക്ക് എൻ്റെ കയ്യിൽ നിന്നും പോകുമ്പോൾ ഞാനെന്ന ഒരു സാധാരണ പൗരന് ബേജാറുണ്ടാവുക സ്വാഭാവികം മാത്രമാണ് എന്ന ഉത്തരം. മാസ്റ്ററെ, നമ്മുടെ വീടുകളിലേക്ക് ആ പണം വരുന്നില്ലേ തിരിച്ച്? നമ്മുടെ വീട്ടിൽ പ്രായമായി മറ്റൊരു പെൻഷനും ഇല്ലാതെ ഇരിക്കുന്ന വയോജനങ്ങൾക്ക് ശേഷിക്കുന്ന സമയത്ത് വേണ്ടി നടത്തിയ യാതൊരു ആത്മാർത്ഥതയും കാണാൻ കഴിയില്ല. വയനാട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിവ് നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി അത് വെയിറ്റ് കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ 7203 എന്ന ബ്രാഞ്ച് കോഡുള്ള SBI തിരുവനന്തപുരം ആൽത്തറ ബ്രാഞ്ചിൽ അതിൻ്റെ നമ്പർ, അക്കൗണ്ട് നമ്പർ 368 197 75 756, IFSC കോഡ് SBIN 003. വേണ്ട, ഇനി ആരും ഇടാൻ പോകുന്നില്ല. അതിലൊന്നും ആർക്കും വിശ്വാസമില്ലല്ലോ. അതല്ല, ഇതിൽ എത്ര ഉണ്ടെന്ന് പറ. ഞാൻ പറയുന്നത് അതിൽ എത്ര ഉണ്ട് മാസ്റ്റർ? 1,05,00,000 രൂപ. ശരി, ഈ 1,05,00,000 രൂപയ്ക്കാണോ 33 വീട് വെക്കാൻ പോകുന്നത്? ഉത്തരത്തിലേക്ക് വരാം. എന്നാ വരൂ. 33 വീടുകൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അതിന്റെ വീട് നിർമ്മിക്കാനുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകൾ നടത്തി. ഇപ്പോ മേപ്പാടി പഞ്ചായത്തിൽ അതിന് പറ്റുന്ന ഏഴാഞ്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് വാസയോഗ്യമായ വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വീട് ഉയരുക തന്നെ ചെയ്യും. ഇതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഇവര് മാത്രമല്ല, ലീഗ് വേറെ പിരിച്ചിട്ട് വീടെടുക്കാൻ ചോദിക്കുന്നുണ്ട്. സ്ഥലം വാങ്ങി അതിന്റെ ഭാഗമായി അതിന് അനുമതി കിട്ടാൻ കേരളത്തിൽ ഒരു വ്യക്തതയില്ല. നിങ്ങൾ പറഞ്ഞു എന്താണ് ഉത്തരക്കുറവ്? കോൺഗ്രസ് UDFന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, വ്യക്തതയായോ? കണക്കിൽ ബോധ്യമല്ല. ബോധ്യമായ ആരുണ്ട്? അദ്ദേഹം പറഞ്ഞ കണക്കിൽ ബോധ്യമായ ആരുണ്ടെങ്കിലും ശരി, ചോദ്യത്തിന് കൃത്യമായി IFSC കോഡ് നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. എന്റെ മാഷേ,
നിങ്ങൾ പറഞ്ഞ ബ്രാഞ്ചിന്റെ IFSC കോഡ് ഗൂഗിൾ അതുകൊണ്ടായില്ല. അതുകൊണ്ടായില്ല. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ആളുകൾ ഉണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടതെന്താ? 25 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് DYFI ആദ്യം പ്രഖ്യാപിച്ചു. അതിനുള്ള പണം സമാഹരിക്കുമെന്ന് പറഞ്ഞു. അവസാനം DYFI പണം സമാഹരിച്ച് 100 വീട് നിർമ്മിക്കാനുള്ള 20 കോടി ഉണ്ടാക്കി. ആ 20 കോടി മുഖ്യമന്ത്രിക്ക് കൈമാറി. എൻ്റെ വീട്ടിൽ പായസം കൊണ്ടുവന്ന് തന്ന യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. പായസം ചാലഞ്ചിലൂടെ പണം സമാഹരിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, ആ പായസം കുടിച്ച ഞങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷ വയനാട്ടിൽ വീട് പോയവരൊക്കെ വീട് കിട്ടുന്നതാണ്. എന്തോ ആകട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എൻ്റെ വീട്ടിൽ നിന്നും കാശ് കൊടുത്തിട്ടുണ്ട്. ആ കാശ് നിങ്ങൾ ചെലവഴിച്ചില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ, DYFIക്കാർ 25 പറഞ്ഞപ്പോൾ ഇവർ 30 പറഞ്ഞു. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയുന്നത്, ആന മുക്കുന്നത് കണ്ട് മുയൽ മുക്കരുത്. അതാണ് ഇവിടെ നടന്നത്. എവിടെ നിങ്ങളുടെ വീട്? നിങ്ങളുടെ ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിൽ കാശ് അതിനകത്തെ കാശ് ഇതൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ കാശ് പിരിഞ്ഞു വന്നിരുന്നു. ആ കാശ് ഒന്ന് ഞാൻ പറയുന്ന സഹിഷ്ണുതയോടെ കേൾക്കും. നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് 1 കോടി 5 ലക്ഷം ഒന്നുമല്ല, അതിലേറെ പണം ഞങ്ങളൊക്കെ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരൻ വന്നാൽ നമ്മൾ കൊടുക്കും. നമ്മൾ ആ പൈസ 1 കോടിയൊന്നുമല്ല, പക്ഷെ എല്ലാം ചെലവായിപ്പോയി. ഇപ്പൊ 1 കോടി 5 ഉള്ളൂ. എന്തിന് ചെലവാക്കി? ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുപോയിട്ടാണ് ചെലവഴിച്ചത്? ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് സ്ഥലത്ത് കൊണ്ടുപോയി ആണ് ഈ പണം ചെലവഴിച്ചത്? മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം. നിങ്ങൾ ഇങ്ങനെ ഈ നാട്ടിലെ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവന്റെ ബ്രാൻഡിങ് നടത്തിയിട്ട് പണം സമാഹരിക്കുക, എന്നിട്ട് ആ പണം ഉപയോഗിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ആറാടി നടക്കാനുള്ള അവസരം ഉണ്ടാക്കിയവരാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, കേരളമെമ്പാടും സഞ്ചരിക്കുന്നു. അപ്പോൾ ആ യാത്രയിൽ വരുന്ന ഈ ഹോട്ടൽ ബില്ലുകൾ അതിന്റെ ചെലവായിട്ട് അംഗീകരിച്ചൂടെ? പ്ലീസ് അംഗീകരിച്ചൂടെ? അതിന് ബാംഗ്ലൂർ പോയിട്ടല്ലോ. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കേണ്ട ആവശ്യമൊന്നും യൂത്ത് കോൺഗ്രസിന് ഇല്ലല്ലോ. ഗാന്ധിയൻ മാർഗം സ്വീകരിക്കുന്നവർക്ക് സാധാരണ ഹോട്ടൽ പോരെ. ആറാടി ജീവിതം നയിച്ചു, എന്നിട്ട് ഇപ്പോ വീടില്ല. 104 ആളുകളോടാ പറഞ്ഞത്. നിങ്ങൾ കേൾക്കണം, 104 ആളുകളോട് പറഞ്ഞു, സർക്കാർ തരുന്ന 15 ലക്ഷം വാങ്ങിക്കോ, ഞങ്ങൾ 8 ലക്ഷത്തിന്റെ വീട് വെച്ച് തരും. ആ പാവപ്പെട്ട ആളുകൾ വിശ്വസിച്ചു. എന്നിട്ട് ആ 15 ലക്ഷവും വാങ്ങിയവർ പോയി. 104 ആളുകൾക്ക് വീടില്ലല്ലോ. അവരെവിടെ കിടക്കുന്നു? നിങ്ങൾ മറുപടി പറയണം. അതിനിടയിൽ കൈയോടെ പിടികൂടിയത്. സർക്കാരിന്റെ വീടുകൾ മാർച്ച് മാസത്തോടുകൂടി തീരാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. ഞാൻ ഇവിടേക്ക് വരുന്നത് കൽപ്പറ്റയിൽ നിന്നാണ്. കൽപ്പറ്റയിൽ രാവിലെ എഴുന്നേറ്റ് കൽപ്പറ്റ ടൗണിൽ നിന്നൊന്ന് നടക്കാൻ പോയി. 10 മിനിറ്റ് ഒരു ഇടവഴിയിലൂടെ, ഒരു പഞ്ചായത്ത് റോഡാണ്, ഒരു കയറ്റം കണ്ടു. കാരണം തിരക്കൊന്നുമില്ലല്ലോ എന്ന് വെച്ച് നടന്നു വന്നപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട റോഡിലേക്കാണ് ഈ കൽപ്പറ്റയിൽ ചെന്ന് കയറിയത്. നോക്കുമ്പോൾ രാവിലെ 7-7:15 മണിക്ക് വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. ഈ നേരത്ത് കൺസ്ട്രക്ഷൻ വർക്കോ എന്ന സംശയം സ്വാഭാവികമായി വന്നു. അപ്പോൾ എനിക്ക് മുമ്പിൽ നടന്നൊരു സ്ത്രീയോട് ഞാൻ ഇതെന്താണ് ഈ നേരത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ നേരത്ത് എന്താണ് നടക്കുന്നത് ചോദിച്ചപ്പോൾ അതാണ് മോഡൽ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണമാണ് അവിടെ. അതായത് കൽപ്പറ്റ ടൗണിൽ നിന്ന് നമുക്ക് നടന്ന് 10 മിനിറ്റ് പോയാൽ മുണ്ടക്കയൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് തരം പ്രദേശമാണെന്ന്. അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കൽപ്പറ്റ ടൗണിലേക്ക് കൊണ്ടുവന്ന് 7-10 സെൻറ്റും കൊടുത്ത് അവിടെ രാപകൽ പണി നടക്കുകയാണ് വീടിൻ്റെ പല നിലകളിൽ. ഞാൻ നോക്കുമ്പോൾ ഈ ചെമ്മൺ വെട്ടിയിട്ട് ചെങ്കല്ല് വെട്ടി അവിടെ റോഡുണ്ടാക്കുന്നു, പല നിലകളിൽ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു. അപ്പോഴാണ് അത് തീരുമ്പോൾ കൃത്യതയോടെ വീട് കൊടുക്കുന്നു പറഞ്ഞാൽ അവിശ്വസനീയമാണ്. സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. വളരെ ഗംഭീരമായി നാടിന്റെ പണം കൊണ്ട് നാടവർക്ക്, ഞാൻ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്, അവിടെ മോഡൽ ടൗൺഷിപ്പ് ഉയരുകയാണ്. രാപകൽ പണി നടക്കുന്നത് നേരിട്ട് കണ്ട അനുഭവമാണ് ഞാൻ പറഞ്ഞത്. യെസ്. ഈ MM ഹസൻ കുറച്ചു കാലം UDFിൻ്റെ ചെയർമാനായിരുന്നപ്പോൾ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയ ഒരു കാര്യം പറഞ്ഞിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, UDF അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ ഈ ലൈഫ് പദ്ധതി പിരിച്ചുവിടും, കേരള ബാങ്ക് പിരിച്ചുവിടും. VD സതീശൻ പറഞ്ഞു, ഞങ്ങൾ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഞങ്ങൾ എതിർക്കും. ഇങ്ങനെ എല്ലാത്തിനെയും എതിർക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം. പിണറായി സർക്കാർ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. കേരളത്തിലുള്ള ഹൈസ്കൂളുകളും എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി, ഒന്ന് ഹോസ്പിറ്റൽ എല്ലാം ഹൈടെക് ആക്കി മാറ്റി. ഇത് 2 പ്രവർത്തനങ്ങൾ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ചയാണ്. ഇത്രയും നേരം പെൻഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു.
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി 1000 രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് സ്കോളർഷിപ്പായിട്ട് സ്കോളർഷിപ്പായി 1000 രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് അങ്ങനെയാണ് പറയുന്നത്. UDFിൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത് ഈ പെൻഷൻ്റെ കാര്യത്തെപ്പറ്റി തന്നെയാണ്. നിങ്ങളുടെ സമൃദ്ധനായ നേതാവിൻ്റെ അഭിപ്രായം പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലി എന്നാണ്. ആ കൈക്കൂലി വാങ്ങിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ആൾക്കാർ ഇപ്രാവശ്യവും LDFന് വോട്ട് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ. ശരി, NDA സർക്കാർ വാർഡടിസ്ഥാനത്തിൽ പാവപ്പെട്ടവന് വേണ്ടി നിർമ്മിക്കുന്ന പദ്ധതികൾ, കുടിവെള്ളം മുതൽ അടുപ്പിൽ തീ കത്തിക്കുന്ന സ്റ്റൗ വരെ, ഉജ്ജ്വല യോജന വരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ പദ്ധതി. തലചാക്കാൻ ഒരു വീടുകൾ ഈ പദ്ധതികൾ നടപ്പിലാക്കി. ആ വീടിന് എത്ര പൈസയാണ് കൊടുക്കുന്നത്? പറഞ്ഞു തരാം ഞാൻ, പ്ലീസ്. ഞാൻ പറഞ്ഞു എനിക്കൊന്നറിയാൻ. ആ വീടിന് കൊടുക്കുന്നത് 8 ലക്ഷം രൂപയ്ക്കാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ആ വീട്ടിന് കേന്ദ്ര സർക്കാർ പദ്ധതി 18 ലക്ഷം രൂപ. സോറി 18 ലക്ഷം രൂപ, എന്നോട് തെറ്റിപ്പോയതാണ്. ആ പദ്ധതിക്ക് കൊടുക്കുന്നത്. ആ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാർ പദ്ധതി ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് മേനി നടക്കുന്ന ഈ സർക്കാരിന്റെ മറുപടി കിട്ടണം. പക്ഷേ നമ്മളെ കേരളത്തിൽ ഈ ലൈഫ് പദ്ധതിയിലൂടെ ഉള്ള പദ്ധതിയിൽ 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അതിൽ 70,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ. അതാണ് അദ്ദേഹം പറയേണ്ടത്. അതിന് പകരം 8 ലക്ഷം നാട്ടുകാരോട് പറയാണ് ഈ നിലയിൽ ഒരു സാധനം ഉണ്ടെന്ന്. കേരളത്തിൽ ആർക്ക് കിട്ടിയെന്ന് പറയൂ. നിങ്ങൾ ഈ കേരളത്തിൽ ആർക്കാണ് 8 ലക്ഷം രൂപയുടെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തതെന്നൊന്ന് പറയാൻ പറ്റുമോ? ഈ കേരളത്തിൽ നമുക്കറിയുന്നത് ഈ കേരളത്തിലെ സർക്കാരും കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും ഉപയോഗിച്ചിട്ട്, അതിലാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് പറഞ്ഞത്. 3,30,000 സംസ്ഥാന സർക്കാരും 70,000 കേന്ദ്ര സർക്കാരും തരുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ലൈഫ് പദ്ധതിയിൽ വീട് വരുന്നത്. നിങ്ങൾക്കും പങ്കുണ്ട്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പൈസ നാട്ടുകാർ അറിയട്ടെ. നിങ്ങൾ പറയുന്നത് എന്താ? എല്ലായിടത്തും മോഡിയുടെ, ആ വീട്ടിലൊക്കെ മോഡിയുടെ ചിത്രം വെക്കണം. എന്നാൽ പിണറായി വിജയന്റെ വെക്കണം. 3.30 കൊടുത്ത പിണറായി വിജയന്റെ വെക്കണം എന്താ നിങ്ങൾ പറയാത്തത്? മോഡിയുടെ എന്തിനാ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രചരണമാണ്. ഈ കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന രൂപത്തിലാണ് ഈ പറയുന്ന രൂപത്തിലുള്ള വീട് നിർമ്മാണം നടന്നിട്ടുള്ളത്. അത് പിരിച്ചുവിടുന്നു പറയുന്ന UDF കൺവീനറാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള MM ഹസൻ. ഇദ്ദേഹത്തിന് എന്താ അഭിപ്രായം? നിങ്ങൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ലൈഫിന്റെ മിഷൻ പിരിച്ചുവിടുവോ? നിങ്ങൾ ഈ കേരളത്തിൽ കേരള ബാങ്ക് പൂട്ടുവോ? നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ട് NH66 പൂർത്തീകരിച്ചാൽ ഈ കേരളത്തിൽ ഞാൻ കയ്യിൽ നിന്ന് കുമ്പളം പറിക്കുന്നു പറഞ്ഞ നേതാവാ മുരളീധരെ. എവിടെ എത്തി? 651 കിലോമീറ്റർ ദൈർഘ്യമുള്ള NH66ന്റെ പണി 451 കിലോമീറ്റർ പൂർത്തിയായി സുഹൃത്തെ. 451 70% പൂർത്തിയായി. ആ പൂർത്തിയായി നിങ്ങൾ 5,600 കോടി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും വാങ്ങാത്ത കാശ് കേരളത്തിന് പിടിച്ചു പറിച്ചെടുത്തില്ലേ? അദ്ദേഹം പറയുന്നത് കേരളത്തിന് ഇതിനകത്ത് ഇപ്പോഴത്തെ സർക്കാരിന് ഒരു റോളും ഇല്ലെന്നാ പറയുന്നത്. അല്ല, ഏത് ഈ ദേശീയപാത അല്ല, 40 കൊല്ലമായി NHന്റെ അലൈൻമെന്റ് നടന്നിട്ട്, ആ അലൈൻമെന്റ് നടന്ന് 40 കൊല്ലം കഴിഞ്ഞിട്ട് എത്രയോ മുഖ്യമന്ത്രിമാർ കയറി ഇറങ്ങിപ്പോയി, എത്രയോ കേന്ദ്ര സർക്കാരുകൾ കയറി ഇറങ്ങിപ്പോയി. എന്തേ നടക്കാഞ്ഞത്? 2017 സഖാവ് പിണറായി വിജയൻ കാണിച്ച ആർജവത്തിന്റെ ഭാഗമായിട്ടാണ് കാശ് കൊടുക്കുകയാണ്, കൊടുത്തിട്ട് നടപ്പാക്കും. ലൈഫ്വുഡ് ഇൻക്ലൂഷൻ എംപവർമെന്റ് പ്രോഗ്രാം എന്ന പേര് കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് നൽകിയത് പിണറായിയാണ് എന്ന് ഞാൻ സമ്മതിക്കാം. പേര് നൽകിയത് പിണറായി. എന്നാൽ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളം ഭരിച്ച സമയത്ത് കേരളത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൂടെ കൊടുത്ത വീടുകളുടെ എണ്ണം, ഏതെങ്കിലും DYFI സുഹൃത്തുക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വന്തം മൊബൈൽ ഫോൺ എടുക്കുക, വാട്സപ്പ് ഓണാക്കുക, ഉത്തരം വരും 4,37,280. ഇന്ന് നമ്മൾ കാണുന്ന ലൈഫ് പോലെയുള്ള നല്ല വീടുകളായിരുന്നു. ഞാൻ പറയട്ടെ സർ, ഉണ്ടായിരുന്നു എന്ന പേര് കൊടുത്തത് ഇതല്ല ഞാൻ പറഞ്ഞു. ആ വീടുകളുടെ ഒരു മികവ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു വ്യത്യാസം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരുപാട് വാർത്താ ചാനൽ കാണുന്നു. ഞാൻ കൃത്യതയോടെ പറയുന്നു, ലൈഫിന്റെ ഘടന എന്ന് പറയുന്നത് 80,000 രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നാണ് ലൈഫിലേക്ക് വകയിരുത്തുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനം
80,000 കൊടുത്തു. ഇയാൾ പറയുന്നത് എന്താ? ഇത് നന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര കേരളത്തിലെ സർക്കാരിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം 80,000 കൊടുത്താൽ അത് അല്ല എന്ന് പറയുന്നതിന്റെ ന്യായം അധികാര വികേന്ദ്രീകരണത്തിന്റെ സങ്കല്പങ്ങളുടെ കടക്കലാണ് അങ്ങ് കത്തിവെക്കുന്നത്. കേരളത്തിന് പുറത്താണോ അധികാര വികേന്ദ്രീകരണം? എന്താണ്? കേന്ദ്രമാണോ ആ പണം കൊടുക്കുന്നത്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആ പണം കൊടുക്കുന്നത് കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം അതാണ്. ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് എന്ന അദ്ദേഹത്തിന്റെ വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണം ഈ 4 ലക്ഷം രൂപയിൽ 80,000 തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 2,20,000 രൂപ ഹഡ്കോയിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വായ്പ എടുക്കുന്നു. ആ വായ്പ തിരിച്ചെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് 10% തുക വെട്ടിക്കുറയ്ക്കുന്നു. നാട്ടിൽ ആരായാലും തിരിച്ചടയ്ക്കുന്നതാണ് ജാമ്യക്കാരൻ. അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 1000 രൂപ പെൻഷൻ ഓക്കെ. അങ്ങറിയോ മീൻസ് കം മെറിറ്റ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഞാൻ ഹൈസ്കൂൾ അധ്യാപകനാ. ഒരു വർഷം 12,000 രൂപയാണ് NMMS എന്ന് പറയുന്ന നിലവിലുള്ള സ്കോളർഷിപ്പ്. സർ മറന്നു പോവരുത്. SSKയുടെ ഭാഗമാണോ അത്? SSKയുടെ ഭാഗമാണോ? ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ എനിക്കറിയാത്തോണ്ട് അല്ല, ഇപ്പോ ഞാൻ പറഞ്ഞത് SSK ഫണ്ടിലൂടെയാണോ അത് വരുന്നത്? പറയാ സർ, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് നേരിട്ട് പറയാവുന്ന ഒരു കാര്യത്തിന് മാഷ് ഇത്രയും ക്ലാസ് കയറി ഇറങ്ങേണ്ടതില്ല. അതാ ഞാൻ ചോദിച്ചത്. ആ ഫണ്ട് SSKയ്ക്ക് അകത്ത് വരുന്നതാണോ? എന്റെ ചോദ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്കീം അനുസരിച്ച് വർഷങ്ങളായി നൽകി വരുന്ന പദ്ധതിയാണ്. ശരി, ആ SSK കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ പിടിച്ചു വെച്ചിരിക്കുന്നത് മാഷായ അങ്ങ് അറിയുന്നുണ്ടോ? 8ാം ക്ലാസ്സിൽ പിടിച്ചു വെച്ചതും തരാതിരിക്കുന്നതും അറിയുന്നുണ്ടോ? SSKയുടെ അല്ല, ഇപ്പൊ തിരുത്തി. യെസ്, ദിലീപ് അങ്ങ് രക്ഷപ്പെടുത്താൻ മികച്ച വിജയം നേടുന്ന കുട്ടിക്ക് അത് കിട്ടും. ഇവിടെ അതല്ല, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ കുട്ടിക്കും 1000 രൂപയാണ്. പരീക്ഷ എഴുതി പാസ്സാവുന്ന കുട്ടിക്കാണ് ജോലി സമ്പാദിക്കാനുള്ള. ദിലീപ് ഇതാണ് പ്രശ്നം. കാരണം കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്, ക്ഷേമത്തെ സംബന്ധിച്ച് അത്ര കൺസേൺഡ് ആയ ഒരു സമൂഹമാണ് കേരളം. ആ സമൂഹത്തിന് മുമ്പിൽ യഥാർത്ഥത്തിൽ NMS എന്ന് പറയുന്നത് കുട്ടികൾ പരീക്ഷ എഴുതി അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഇതിൽ മെറിറ്റില്ല. NMS എന്ന് പറയുന്നത് കുട്ടികൾ പരീക്ഷ എഴുതി അവരിൽ നിന്ന് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുത്ത് സ്കോളർഷിപ്പ് കൊടുക്കുന്ന. അതല്ലാതെ കേരളത്തിൽ കണക്ട് വർക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ വിജ്ഞാനാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പ്രൊഫഷണലായി വിദ്യാഭ്യാസം നേടിയാൽ അവർക്ക് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കേരള ഗവൺമെന്റ് ഇപ്പൊ 4 ലക്ഷമൊക്കെ വീടിന് കൊടുക്കുന്നവർ ഒരു പശുവിൻ്റെ പിന്നെ ആല പണിയിൽ 24 ലക്ഷം പറയുമ്പോൾ 4 ലക്ഷത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറൊന്ന് ചോദിക്കാനുള്ളത്, നമ്മളെ പിന്നെ അഭിമന്യു മരണപ്പെട്ടിന് അവന് വേണ്ടി പിന്നെ 3 കോടി രൂപ പിരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. മരണപ്പെട്ടതല്ല, കൊലപ്പെടുത്തിയതാണ്. ആരാണ് കൊലപ്പെടുത്തിയെന്ന് അറിയുമോ? അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് സുഹൃത്തിന് അറിയുമോ എന്നാണ് ചോദ്യം. ആരാണ് പ്രതികൾ? ആരാണ് പ്രതികളുടെ പേരെനിക്ക് ഓർമ്മയില്ല. അല്ല, പ്രതികളുടെ രാഷ്ട്രീയ സംഘടനാ പശ്ചാത്തലം എന്താണ്? അതാണ് അവർ ചോദിക്കുന്നത്. അറിയില്ല. പക്ഷെ അഭിമന്യുവിനെ അറിയാം. വളരെ 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 സെലക്റ്റീവായ രസാവഹമായ ഒരു സമീപനമുണ്ട് അതിൽ. യെസ്, ഞാനിപ്പോൾ ബഹറിന്ന് വന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആൻജിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ഒരു 2.5 ലക്ഷം റുപ്യ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ കേരള ഗവൺമെൻറ് പ്രവാസികൾക്ക് വലിയൊരു സംരംഭം, അതായത് പ്രവാസികളെ ഫാമിലിയും ഇൻഷൂറും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു സംഗതികൾ കൊണ്ടുവന്നത്? ഇതുപോലെ, കാരണം 5 ദിവസം മുമ്പേ കൊടുത്തതാണ് 2,20,000 റുപ്യ നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ട്, അതായത് ഈ പ്രവാസികളുടെ ക്ഷേമ ആരോഗ്യ ഇൻഷുറൻസ്. അതിന്റെ ഫസ്റ്റിൽ അംഗമാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് പല വിമർശനങ്ങളും ഇവിടെ ഉണ്ടായത്. ഈ സംഗതി ഇപ്പോൾ ഇത് കണ്ടുനോക്കുമ്പോൾ, ഇവിടുത്തെ വിമർശനങ്ങൾ, കേരള ഗവൺമെന്റിന്റെ വിമർശനങ്ങൾ ഇവിടെ കണ്ടുനോക്കുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ സംഗതി ഏത് സംസ്ഥാനത്താണ് മറുപടി കൂടി കേൾക്കണം സർ. അതെ,
അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. അതിന് നമുക്ക് മറുപടി പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെയുള്ള ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെച്ച കേരളത്തിന്റെ ഇവിടെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും കണ്ടു. അപ്പൊ ഇത് ഇവിടെ സൂചിപ്പിക്കാതെ പോകാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഇത് ഇവിടെ സൂചിപ്പിച്ചത്. എൻ്റെ പേര് നൗഫൽ, ഞാൻ മലപ്പുറം, ഞാൻ മെഡിക്കൽ റെപ്പാർഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. ഈ 10 വർഷം എന്ത് സുന്ദരമായിട്ടാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോകുന്നത്. ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതിൽ തോന്നിയ ഒരു അനുഭവം എന്താണ്? കേരളത്തിന്റെ മാറ്റം എന്നിങ്ങനെ ജനറലൈസ് ചെയ്തല്ലോ, എന്താണ് വന്ന മാറ്റത്തെ? കേരളത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിൽ ഈ നമ്മുടെ സ്മാർട്ട് ക്ലാസ്സുകൾ, സ്മാർട്ട് സ്കൂൾ, UDF-ന്റെ ഭരണകാലത്ത് എത്ര സ്കൂളുകൾ പൂട്ടി. നമ്മുടെ കാരപ്പുറം, മലാപ്പുറം അടക്കമുള്ള സംഭവങ്ങളൊക്കെ. മെഡിക്കൽ റെപ്പല്ലേ? ആരോഗ്യരംഗത്തെ ഹെൽത്ത് ക്ലിനിക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പുകൾ പൂട്ടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ മെഡിക്കൽ ഷോപ്പ്, ആ അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല മരുന്നുകളുണ്ട്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് നരകതുല്യമായിട്ടുള്ളൊരു ഭരണമായിരുന്നെങ്കിൽ ഇപ്പോൾ 10 വർഷം സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഭരണമാണ്. ആ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഭരണത്തിലൂടെ നമ്മുടെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോട്ടെ. DYFIയുടെ പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. LDF-ന്റെ പിന്നെ വളരെ യങ്ങായിട്ട് വയനാടിൻ്റെ കണക്കുകളെ കുറിച്ച് LDF എത്ര വരിച്ചതുള്ള ശരിക്കുള്ള കണക്ക് നിങ്ങളെടുത്തുണ്ടോ? ആദ്യമായി വയനാട്ടിൽ വീട് വെച്ച് കൊടുത്തത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആദ്യം വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു ലീഗാണോ? ലീഗ് വീട് വെച്ച് കൊടുത്തു. എടാ മുണ്ടക്കൈ ചൂരൽമലയിൽ ആണല്ലേ? അത് എവിടാന്നൊന്ന് പറഞ്ഞുതരാമോ എനിക്ക്? അത് എന്താ വേറൊന്നുമല്ല, അതായത് ഭൂമിക്ക് കുറേ പ്രശ്നമുണ്ടെന്നും കുറച്ച് തോട്ടഭൂമിയാണെന്നും കുറച്ച് ലീഗൽ ഇഷ്യൂസും ഉണ്ടെന്നും ഒക്കെ പറയുന്നത്. നമ്മൾ കണ്ട മോഡൽ വീട് സർക്കാർ അവിടെ വെച്ചു കൊടുത്തതിന്റെ ഒരു മോഡൽ വീടാണ് നമ്മൾ കുറച്ച് മുമ്പ്. കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. അല്ലേ? വേറെ അല്ല, അത് പോട്ടെ. ഞാൻ വേറെ കാര്യം പറയാം. പിണറായി സർക്കാരിന്റെ കാലം തുടങ്ങിയത് മുതൽ ഞങ്ങൾക്ക് അധ്യാപകർക്കുള്ള അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം എത്ര മാസത്തെ ഇത് കിട്ടാനുണ്ട്? LDF പിരിച്ചത് എത്ര കണക്ക്, അത് ആ കണക്കിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ എല്ലാവർക്കും സർക്കാരിന്റെ CMDRF ഫണ്ട് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. എത്ര കാശ് പിരിച്ചു, എത്ര ചെലവഴിച്ചു എന്നുള്ളതിന് CNAG പരിശോധിച്ച് ഓരോ വർഷവും സർക്കാരിന്റെ കയ്യിലേക്ക് വരുന്ന കാശിന് കണക്കും പ്രഖ്യാപനമുണ്ട്. അത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. അദ്ദേഹത്തിന് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്ന ശമ്പളം വരെ എത്രയാണ് ഓരോ വർഷവും കേരള സർക്കാർ ചെലവഴിക്കുന്നത് ട്രഷറിയിലൂടെ എന്നുള്ളതിന് CMDRF-ലൂടെ ആർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതിനൊക്കെ കണക്കുണ്ട്. ഈ കണക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. രണ്ടാമത്തെ കാര്യം, വീട് 4 ലക്ഷം കൊണ്ട് വീടുണ്ടാവുമെന്ന് 70,000 കൊണ്ട് വീടുണ്ടാക്കാൻ നോക്കുന്നതല്ല കേന്ദ്രം. അദ്ദേഹത്തിന് ഒരു പരാതിയില്ലേ? രണ്ടാമത്തത്, 4 ലക്ഷം കൊണ്ട് വീട് നിർമ്മിക്കുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടാണ്. അങ്ങനെയുള്ള വീട്, ഒരു സ്ക്വയർ ഫീറ്റിൽ, ഒരു വീട് നിർമ്മാണത്തിന് 1 സ്ക്വയർ ഫീറ്റിൽ എന്ത് തുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കണക്ക് നാട്ടിലുണ്ട്. അതുപ്രകാരം ഈ സൗകര്യങ്ങളോടുകൂടിയ വീട് ഇപ്പം നിർമ്മിച്ചു കഴിഞ്ഞു. 4,72,000 ആളുകൾ ലൈഫ് ഭവന പദ്ധതിയിലൂടെ കയറി താമസിക്കുന്ന വീട്ടിൽ ആ സുഹൃത്തൊന്ന് പോയി ചെന്ന് നോക്കുക, എന്തെല്ലാം സൗകര്യമുണ്ട്. 4 ലക്ഷമേ ചെലവായിട്ടുള്ളൂ. കേരളത്തിൽ വികസനത്തെ സംബന്ധിച്ചും ക്ഷേമത്തെ സംബന്ധിച്ചും ആളുകൾ ഇത്രമേൽ കൺസേൺഡ് ആണ്. അങ്ങനൊരു സ്റ്റേറ്റിൽ വല്ലാതെ BJP അതിനോട് എൻഗേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കാരണം നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റൊക്കെ വളരെ പിന്നിലാണ്. കേരളം പോലൊരു സ്റ്റേറ്റിനോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ 11 വർഷമായിട്ട് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ, ക്ഷേമ പദ്ധതികൾ, അതിൽ ഒന്നാമത്തത് കിസാൻ സമ്മാൻ നിധി. കേരളത്തിലെ 54 ലക്ഷം കർഷകർക്കാണ് 21 ഗഡുക്കളായിട്ട് 42,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നു. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി, കേരളത്തിലെ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി 5 ലക്ഷം രൂപയുടെ പദ്ധതി ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ഇതിന് നിങ്ങൾ ആരോടാണ് മറുപടി പറയേണ്ടത്? മറ്റൊന്ന്, ജൻ ഔഷധി എന്ന് പറയുന്ന പദ്ധതി, എല്ലാവർക്കും അസുഖങ്ങളുള്ള ആളുകളാണ് 70% സബ്സിഡിയോട് കൂടിയിട്ട് ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്ന
ജൻ ഔഷധി മരുന്ന് ഷോപ്പുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ്. അതേപോലെ തന്നെ നമുക്കറിയാം പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി ഒപ്പിട്ടുകൊണ്ട് പിന്നീട് ആ പക്ഷേ ഇത്ര ഉദാരമാണ് കേരളത്തോട് BJP എങ്കിൽ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഇതേ മോദി സർക്കാർ എന്തുകൊണ്ടാണ് കേരളത്തോട് പക്ഷേ വളരെ അസഹിഷ്ണുത കാട്ടുന്നത്? സാമ്പത്തികമായി ഞെരുക്കുന്നു. നിങ്ങൾ നെൽ കർഷകർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്, 400 കോടി. എന്റെ ചോദ്യം, നെൽ കർഷകർക്ക് കൊടുക്കാനുള്ള കേന്ദ്ര വിഹിതം 400 കോടി എന്തേ തരാത്തത്? റബ്ബറിന്റെ താങ്ങുവില 250 ആക്കാൻ എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല? നെൽ കർഷകർക്ക് കോടികളുടെ കുടിശ്ശിക തന്നുകൂടെ? SSK ഫണ്ട് എന്തിനു പിടിച്ചു വെക്കുന്നു? SSK ഫണ്ട് ആയിരക്കണക്കിന് കോടി പിടിച്ചു വെക്കുന്നു. എന്തിന്? സുപ്രീം കോടതി കേരളത്തിന് പോകേണ്ടി വരുന്നില്ലേ? 50 രൂപയ്ക്ക് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ 50 രൂപക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നത്തെ പെട്രോളിന്റെ വില എത്രയാ? ഇന്ന് നിങ്ങളുടെ കൂലി എന്താണ്? ഇന്നത്തെ പെട്രോളിന്റെ വില രൂപയാണോ കൂലി? പെട്രോളിന്റെ വില 100. ശരി, കൂലി കുറഞ്ഞ സംസ്ഥാനമാണ്. അല്ല, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ രാജ്യത്തെ കൂലി ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന്. പ്രിയ സുഹൃത്തെ, ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാലുള്ള ചികിത്സയെ കുറിച്ച് പറഞ്ഞല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 50 വയസ്സുകാരനായ വേണു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് 5 ദിവസം കടന്നിട്ട് സുഹൃത്തിനയച്ച സത്യസന്ദേശത്ത് പറഞ്ഞത്, എന്നെ കൊല്ലാൻ കിടത്തിയിടിക്കുക അവിടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന കുട്ടി കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ചിത്രം അമ്മയോട് ചോദിക്കുക, എൻ്റെ ഈ മുറിഞ്ഞുപോയ കൈ എപ്പോഴാ അമ്മേ മുളച്ചു വരിക? കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കുറിച്ച് ഈ 2 താമ്രപത്രങ്ങൾക്കപ്പുറത്ത് ഒന്നും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ 1 മാസം 80 ലക്ഷം രൂപയാണ് ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിന് 42,50,000 രൂപയാണ് ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തത്. ഇവിടെ മുഖ്യമന്ത്രിയെ 4 ലക്ഷം രൂപയ്ക്ക് വീട് കൊടുത്ത് അത് ആളുകൾ താമസിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട സുഹൃത്തൊന്ന് പോയി ചെന്ന് നോക്കുക. അവിടെ 5 ലക്ഷം ആയിട്ടുണ്ടോ നോക്കുക. കാരണം ഇതൊക്കെ കാശ് കൊടുക്കുന്നത് ധനകാര്യ ഭരണസ്ഥാപനങ്ങളാണ്. അതിന് കണക്കുണ്ട്. അങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഉമ്മൻചാണ്ടിക്കോ നിങ്ങൾ UDF മുഖ്യമന്ത്രിമാർക്കോ ഇത് നൽകണമെന്ന് തോന്നിയില്ല. പകരം നിങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2021 വന്നാൽ ഞങ്ങൾ പിരിച്ചുവിടുന്നതിനാ പറയുന്നത്. പിന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ എന്ത് കിട്ടരുത്? കിടന്നുറങ്ങാൻ മെച്ചപ്പെട്ട വീട് കിട്ടാൻ പാടില്ല. നിങ്ങൾ PHCയിൽ പോവുക, നിങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ പോവുക. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് വ്യത്യസ്തമായി മെഡിക്കൽ കോളേജിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാണ്. വളരെ അവിചാരിതമായി ഏതെങ്കിലും ഒരാളുടെ കാലോ കയ്യോ മുറിഞ്ഞതിന്റെ പേരിൽ വരുന്ന വാർത്തകൾ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന വലിയ രൂപത്തിലുള്ള ചർച്ചയാണ് നിങ്ങൾ നടത്തുന്നത്. യഥാർത്ഥ വസ്തുത നിങ്ങൾ ഇല്ലാതാക്കിയ. സാറിന് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ എത്ര മാസം ശമ്പളം കിട്ടാണ്ടായിരുന്നു? അതെനിക്കറിയാം. 1 മാസത്തേതുമില്ല. ഉണ്ട്. DA കിട്ടിയിട്ടില്ല. DA കുടിശ്ശികയാ. DAക്കെതിരെ സമരം ചെയ്തു. ഞാൻ DAക്കെതിരെ സമരം ചെയ്ത ആളാ. മാസം എന്താ ഇപ്പൊ സമരം ചെയ്യാത്തത്? ഇപ്പൊ DA കിട്ടാത്തത് കുറയാണ്. 40% DA കിട്ടാൻ എന്താ നിങ്ങൾ സമരം ചെയ്യാത്തത്? നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങളുടെ നിങ്ങൾക്കറിയാം സമരം മുമ്പോട്ട് പോകാനാവില്ല. കേന്ദ്രം തരേണ്ട വിഹിതം തരണമെന്ന് പറയാത്ത പ്രതിപക്ഷ നേതാവ്. രണ്ടുപേരോട് ഒന്ന് കേട്ടിട്ട് ഭരിക്കുമ്പോൾ 1 മാസം പോലും ശമ്പള കുടിശ്ശികയില്ല. വെറുതെ പറയല്ല. അംഗീകരിച്ചിട്ടില്ല. സർക്കാർ ജീവനക്കാരനല്ല. എനിക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നു. അതല്ലേ ഇപ്പൊ കൊടുത്തു തീർക്കുന്നത്. ഹലോ, 10 വർഷം കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, എല്ലാ മേഖലയും വളരെ സത്യസന്ധമായി അഴിമതിയില്ലാതെ കേരളം ഭരിച്ചു പിണറായി. ഇനി അടുത്ത 5 വർഷം കൂടി ഭരിക്കും. സാറിന് കൃത്യമായി ശമ്പളവും കിട്ടും. സർ, ഇന്ന് ഒരു മുൻ MLA
പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പോയിട്ട് രണ്ടാമത്തെ CPM-ന്റെ നേതാവാണ് ശബരിമലയിലെ സ്വർണം കട്ടവകയിൽ ആ ജയിലിൽ കിടക്കുന്നത് എന്നത് മറന്നുകൊണ്ട് ഓരോരുത്തരായി താങ്കൾ പറഞ്ഞതിനുള്ള മറുപടിയാണ്. ഇറക്കുമതി ചെയ്തു. അതിന്റെ പേരിൽ കോടതിയുടെ പിന്നമിറങ്ങുന്ന കേരളത്തിലെ ഒരു മുൻ മന്ത്രിയുടെ പേരാണ് VS സുകുമാർ. അയാൾക്കൊരു അനിയനുണ്ട് VS അനിയന്റെ കാര്യം പറയുന്നു. കേരളത്തിലെ MLA ആരാണ് സർ? CPM-ന്റെ MLA ആരാണ് സർ? അയാളെ പാർട്ടിയാണ് സർ. നടപടി വരും. നിങ്ങൾക്ക് ഹൈക്കോടതി 10 കൊല്ലമായി കട്ടുകൊണ്ടുപോയ രാജേഷ് മാസ്റ്റർ നിങ്ങൾ VS സുകുമാറിന്റെ പേരിൽ കേസെടുത്തോ? നിങ്ങൾ VS സുകുമാറിന്റെ പേരിൽ കേസെടുത്തോ? അതേ 10 കൊല്ലമായി കോടതി പിന്നമിറങ്ങിയ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഏത് നിലയിലാണ് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആ പ്രതീക്ഷയുമായി നിൽക്കുന്നത്? ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. BJP മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, അത് ജൽജീവൻ മിഷനായാലും അതേപോലെ തന്നെ മാതൃവന്ദൻ യോജനയായാലും എല്ലാം തന്നെ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് എത്തണം. നമുക്കറിയാം, ഇന്ന് തെരുവ് പട്ടികളുടെ ശല്യം കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. രാജ്യത്തെ പ്രശ്നമാണത്. സുപ്രീം കോടതി ചോദിച്ചു, സർക്കാരും ചട്ടവും മാറ്റിയാൽ മതി, നമ്മൾ രക്ഷപ്പെടും. നമുക്ക് മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ, തകർന്ന റോഡുകൾ, ഇതൊക്കെ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് വേണ്ടത്. അതാണ് BJP ജനങ്ങളെ മുന്നിൽ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇദ്ദേഹം പറയാണ്, പട്ടികൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു, ആളുകളെ കടിക്കുന്നു, പ്രശ്നമാണ്. കേന്ദ്ര നിയമമുണ്ട്, വന്യമൃഗ സംരക്ഷണ നിയമം, മൃഗസംരക്ഷണ നിയമം. ഇതെല്ലാം കേന്ദ്രത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമമാണ്. ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയെങ്കിൽ കേരളത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തടയാൻ കഴിയും. പട്ടികൾക്കെതിരെ നടപടി ആ നിലയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഇതൊന്നും സ്വീകരിക്കാൻ കഴിയാത്ത ഈ നിയമം ഉള്ളതുകൊണ്ടാണ്. നിയമം പറഞ്ഞട്ടെ, നിയമം മാറ്റിക്കൂടാന്നില്ല. കാരണം തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നടത്തുന്നത് മൃഗസംരക്ഷണ നിയമപ്രകാരം തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഉടനെ തമിഴ്നാട്ടിലെ തമിഴൻ വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ ഇളകി. അവരുടെ ആചാരമാണ്, അതുകൊണ്ട് അടിയന്തരമായി മാറ്റണം. അന്ന് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റാണ് പാർലമെന്റിനകത്ത് നിയമം ഉണ്ടാക്കിയത്, ഈ നിയമം ഭേദഗതി ചെയ്താൽ അതിനനുസരിച്ച് ഞങ്ങൾ വിധിയുണ്ടാക്കി തരാം. എന്താണ് കേരളത്തിൽ നാനാ മേഖലയിൽ, വനമേഖലയിൽ കടുത്ത രൂപത്തിൽ വന്യമൃഗ ആക്രമണം നടക്കുമ്പോൾ അതിനെതിരായിട്ട് എന്ത് നടപടിയാണ്? പുലി ഇറങ്ങിയാൽ, ആന ഇറങ്ങിയാൽ ഉടനെ ഫോറസ്റ്റ് കൺസർവേറ്റർ, വാർഡ് മെമ്പറെയും 4 രാഷ്ട്രീയ പാർട്ടി ആളുകളെയും വിളിച്ചുകൂട്ടി ആദ്യം യോഗം ചേരണം എന്നാ പറഞ്ഞ്. ആനയാടെ നിൽക്കുക, പുലിയാടെ നിൽക്കുക. നിങ്ങൾ എന്താണ് ഈ നിയമത്തിൽ എഴുതി വെച്ചത്? ഈ നിയമം കൊണ്ട് തൊക്കിൽ പിടിച്ച് നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് ജനങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ശരി, രാജേഷ് മാസ്റ്റർ, നേരത്തെ BJP പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു MLA പോലും ഇല്ലാത്ത നിലയിലേക്ക് നിങ്ങളുടെ രാഷ്ട്രീയം എത്തപ്പെട്ടു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളൊരു മേയർ സ്ഥാനാർത്ഥിയെ കോഴിക്കോട് നഗരത്തിൽ കൊണ്ടുവരാൻ കാട്ടിക്കൂട്ടിയതൊക്കെ വലിയ വാർത്തയും വലിയ തമാശയുമായി മാറിയതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു തിരിച്ചുവരവിന് ഈ തെരഞ്ഞെടുപ്പ് കളമൊരുക്കുമോ കോഴിക്കോട് ജില്ലയിൽ? 24 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ മത്സരിക്കുന്നത് തടയാൻ വേണ്ടി ഭരണസ്വാധീനം ഉപയോഗിച്ച് നടത്തിയ ശ്രമങ്ങളുടെയൊക്കെ ഫലം ഇന്ന് പൊതുജനസാമത്തിലുണ്ടാകുമ്പോൾ ആ തമാശ എവിടെ നിൽക്കട്ടെ? യൂണിയന്റെ ഉദ്യോഗസ്ഥന്മാര് വളരെ കൃത്യമായി കോടതിയിലേക്ക് പോയ കോഴിക്കോട് നിങ്ങൾക്ക് വിമർശനമുണ്ട് കോടതിയുടെ. ഇടപെടലുകൾക്ക് കോഴിക്കോട് നഗരസഭയിലെ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞാൽ നിങ്ങൾക്ക് വിമർശനമുണ്ട്. കോഴിക്കോട്ടും കാരണത്തടിയാ ഹൈക്കോടതി ബിനുവിനെ സ്ഥാനാർത്ഥിയാക്കി നടന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതാ. അതൊക്കെ എന്താണ് സർ? ഇതൊക്കെ എന്താണ് ഒരു വോട്ട് ചെയ്തു പറഞ്ഞു? നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അയാൾ 2020 വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ പേരില്ലാത്തത് കൊണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റിയ LDF-ന്റെ നേതാക്കന്മാരുടെ പൂർണ്ണ വിവരങ്ങൾ പത്രങ്ങളിൽ വന്നിട്ടില്ലേ?
അങ്ങേക്ക് നിഷേധിക്കാൻ പക്ഷെ അവർ കഴിയും. സംഘടനാപരമായി കൈകാര്യം ചെയ്തു. നിങ്ങൾ അതിൽ പരിതാപകരമായി പരാജയപ്പെട്ടു. അവിടെയാണ് നാണക്കേടുണ്ടായത് നിങ്ങൾക്ക്. വരും നിങ്ങൾ പറഞ്ഞാണെന്ന് വേറെയാ. വലിയ കോൺഫിഡൻസിലാണ്, നല്ല കോൺഫിഡൻസിലാണ്. കോഴിക്കോട്ടെ ഇടതുപക്ഷക്കാരാണ് അട്ടിമറിച്ചു. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്, കോഴിക്കോട് ജില്ലയിലെ UDFന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഈ ചോദ്യത്തിന് ഈ കടത്തനാടിന്റെ വടകരയുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും ഞാൻ ഉത്തരം പറയാം. UDFന് ബാലികേറാമലയായിരുന്ന ഈ വടകര നിയമസഭാ മണ്ഡലത്തിൽ KK രമയ്ക്ക് ജയിച്ചു കയറാമെങ്കിൽ ഒരു തർക്കവും വേണ്ട. പറമ്പിലിന്റെ ഭൂരിപക്ഷം 1,15,000 മുകളിലാണെങ്കിൽ ഒരു സംശയവും വേണ്ട. കോഴിക്കോട് ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ തേരോട്ടമായിരിക്കും. ഒരു തർക്കവും വേണ്ട. ഞാൻ ഇവിടെ 19 തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ തവണത്തെ പോലെ ജയിക്കും. വീണ്ടും അവർ ജയിച്ചു, 19 ജയിച്ചു. പക്ഷേ 20ലും 21 നിങ്ങളല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 21 നിയമസഭയിലേക്ക് നടന്നു. 19 ഈ കേരളത്തിൽ ഒരു സീറ്റിലാണ് നമ്മൾ ജയിച്ച്. പക്ഷേ 21 നിയമസഭാ സീറ്റിൽ 99 ജയിച്ചു. അതുപോലെ ഈ കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ വടകരയിൽ നിങ്ങൾ 1-14 വാങ്ങിയ ഭൂരിപക്ഷം കാണില്ല. ഇവിടെ വടകര ഉൾപ്പെടെ ഇടതുപക്ഷ മുന്നണി ജയിച്ചു കയറുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എങ്ങനെയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ അവസ്ഥ കഴിഞ്ഞ 4-5 ടേമായിട്ട് അത് തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യെസ്, രാഷ്ട്രീയ കേരളം വലിയ തെരഞ്ഞെടുപ്പുകളുടെ ഒരു കാലത്തിലേക്ക് പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ആവേശം, പ്രാധാന്യം, വികസനം എന്നുള്ളതിന്റെ വളരെ ഗൗരവമായൊരു തലം ഈ ചർച്ചയിൽ വളരെ ശക്തവും വ്യക്തവുമായി ഈ ചർച്ചയിൽ ഉടനീളം ഉയർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എല്ലാവർക്കും വളരെയധികം നന്ദി. വടകരയിലെ ഈ പടക്കളത്തിൽ പങ്കാളികളായതിന് വളരെയധികം നന്ദി. താങ്ക് യു. നാളെ കാണാം വീണ്ടും മറ്റൊരു ജില്ലയിൽ നിന്നും മറ്റൊരു സ്ഥലത്തു നിന്നും പടക്കളവുമായി.